സാറേ നമസ്കാരം. നമസ്കാരം. യു എസ് എയിലാണോ? അതെ, എൻ്റെ പേര് ജോസഫ് നമ്പി മേഡം. ഞാൻ നാട്ടിലെ ചങ്ങനാശ്ശേരിയിലെ വടക്കേക്കര എന്ന് പറയും. അവിടെ അതായത് മുട്ടത്തോർക്കിയുടെ ഒക്കെ വീടിൻ്റെ അടുത്താണ്. യു എസ് എയിൽ ഡാളസിലായിരുന്നു. അതായത് കുറേ കാലം 35 വർഷത്തോളം ഡാളസിൽ താമസിച്ചു. ഇപ്പം ഞാൻ ഹ്യൂസ്റ്റണിലെ മിസോറി സിറ്റിയിൽ താമസിച്ചു. ഇപ്പോൾ പൊക്കാനായുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിട്ടില്ലേ ഞാൻ വന്നത്. എനിക്ക് തത്വമസിയുടെ ഒരു അവാർഡുണ്ട്. തത്വമസി, അതായത് സുകുമാർ അഴീക്കോടിൻ്റെ പേരിലുള്ള തത്വമസി പുരസ്കാരം ഈ വർഷത്തെ എനിക്ക് കിട്ടി. അപ്പം അതിൽ പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞ് നേരത്തെ വിളിച്ചിരുന്നു. അപ്പം അതിനുവേണ്ടി വരുന്നപ്പോഴത്തേന് ഏതായാലും ആ സമയത്ത് അന്നേരം ഇതും കൂടെ കൂടി കൊണ്ട് ഒന്നിച്ച്. സാറ് റൈറ്ററാണ്? ഞാൻ എഴുത്തുകാരനാണ്. എത്ര പുസ്തകങ്ങൾ മൊത്തം എഴുതിയിട്ടുണ്ട്? ഞാൻ 75 മുതൽ എഴുതാൻ തുടങ്ങി. 75 ദീപിക മുതൽ എഴുതാൻ തുടങ്ങിയതാണ്. ദീപികയിലും കേരള പൂർണ്ണത്തിലും എല്ലാം പല പത്രങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിൽ എഴുതി. എന്ത് വിഷയമാണ് സാർ? കഥ, കവിത, ലേഖനം. അപ്പോൾ ഈ അന്ന് ദീപികയ്ക്ക് എഴുതിയെല്ലാം പുസ്തകമായി മാറിയിട്ടുണ്ടോ പിന്നീട്? അതെ, മാറിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം എത്ര പുസ്തകം? പിന്നെ ഞാൻ 75 എഴുതിയെങ്കിലും 85 അമേരിക്ക വരുന്നത്. അപ്പം നേരത്തെ എഴുതിയതും എഴുതി തുടങ്ങി. പക്ഷേ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു 50 വർഷം കഴിഞ്ഞു എഴുതി തുടങ്ങിയിട്ട്. അതിനകത്ത് പിന്നെ ഈ പ്രധാനമായിട്ടും ആദ്യം 98 മൾബറി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ 3 പുസ്തകം ഒന്നിച്ച് കൊടുത്തു. മൾബറിയെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കേട്ടില്ല. മൾബറി പബ്ലിക്കേഷൻ കോഴിക്കോട്. പിന്നെ ആ പുള്ളിയാണ് എൻ്റെ 3 പുസ്തകങ്ങൾ, ഒരു കഥാസമാഹാരം, ഒരു കവിതാ സമാഹാരം, ഒരു ലേഖന സമാഹാരം, ഇത് 3 കൂടെ ഒരു 3 പുസ്തകമായിട്ട് ആദ്യം പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് 2004 വേറൊരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ ഈ കവിതകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 50 കൊല്ലമായിട്ട് എഴുതിയ കവിതകളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്പിമടം കവിതകളെന്നും പറഞ്ഞ പേരിൽ ഒരെണ്ണവും. അത് ഇംഗ്ലീഷും കുറച്ച് ഇംഗ്ലീഷ് കവിതകളും മലയാളം കവിതകളും. അതുപോലെ തന്നെ ആദ്യത്തെ എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറാണ്. രണ്ടാമത്തേതിന് എഴുതിയത് ഡോക്ടർ മധുസൂദനൻ സാറ്. ഇവരൊക്കെ അവതാരിക എഴുതിയ പുസ്തകങ്ങളും. പിന്നെ മൂന്നാമത്തേതിന് ഇപ്പോൾ ഈ ഇറങ്ങിയ പുസ്തകത്തിന് പുതിയതായിട്ട് ഡോക്ടർ അജയ് നാരായണൻ്റെ അവതാരിക ഉൾപ്പെടെ പിന്നെ നമ്പിമടം കവിതകളെന്ന് പറഞ്ഞൊരു പുസ്തകവും. അതുകൂടാതെ മലയാളം കവിതകൾ മാത്രമുള്ള പിന്നെ നടക്കാനിറങ്ങിയ കവിത എന്ന പേരിലൊരു പുസ്തകമാണ്. സാർ എന്ത് വിഷയമാണ് സാർ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും? അത് പിന്നെ കവിത എന്ന് പറയുമ്പം പ്രത്യേക ഒരു വിഷയമല്ല. അതിനകത്ത് ഓരോ കവിതയ്ക്കും ഓരോ വിഷയങ്ങളാണ്. അല്ലാതെ ഒരു വിഷയമല്ല. എല്ലാ കവിതകളും കേരളത്തിൻ്റെ ഗ്രാമീണതയാണോ? എല്ലാം ഉണ്ട്. അതിപ്പം ചിലപ്പം കേരളത്തിലെ ആയിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കൻ ജീവിതം ആയിരിക്കാം. അങ്ങനെ വിവിധ വിഷയങ്ങൾ, രാഷ്ട്രീയമാകാം. 4 വരി നമുക്കൊരു കവിത എല്ലാം പറയും. സാറിപ്പം ചൊല്ലുമോ? ചെല്ലാം, പക്ഷേ ഏതാണെന്ന് അങ്ങോട്ട് ഓർക്കട്ടെ. ആ ഒരു കാര്യം ചെയ്യും. ആദ്യത്തെ പിന്നെ കവിത എന്ന് പറയുന്നത് 75 എഴുതിയ പിന്നെ പുതിയകപ്പിറവി എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഞാനിപ്പം പെട്ടെന്ന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ എല്ലാം കൊണ്ട് ഓർക്കുന്നില്ല. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ പുസ്തകം ഇപ്പോൾ ഇല്ല. പിന്നെ അതുകൊണ്ട് ഓർക്കുന്ന, അതായത് ആദ്യത്തെ കവിതയുടെ മാത്രം, അത് ഏറ്റവും ആദ്യത്തെ കവിതയാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റേതായ പഴക്കമുണ്ട്. 50 കൊല്ലത്തോളം പഴക്കമുള്ള കവിതയാണ്. നമ്മുടെ തുടക്കമാണ്. അതെ, ഹരീശ്രീ എഴുതുന്നതാണ്. അതെ. അതിനകത്ത് ഏതാനും വരികൾ പാടിയാൽ: പുതുയുഗ പിറവിയൽ പുളകിത മമ നടേ പാടിയിടട്ടെ പുതുമതൻ പുതുഗീതങ്ങൾ, ഹരിതമാം തൂകിലുകൾ നെറ്റിലെടുത്തണിഞ്ഞിട്ടും ഹിമഗണം തുളുമ്പുന്ന താലവുമായി വരവേൽക്കാനാണ് ഇന്നു സുരഭില സുപ്രഭാത മലതല്ലും ആമോദത്തിൻ തിരയണങ്ങും. അത് നന്നായിട്ട് കവിത എഴുതിയെങ്കിലും അത് വഞ്ചിപ്പാട്ടിൻ്റെ ഇതിൽ പാടുന്ന ടൈപ്പിലുള്ള കവിതയാണ്. അപ്പോൾ അത് അന്ന് എഴുതിയ 50 കൊല്ലം മുമ്പ് എഴുതുമ്പം പിന്നെ പ്രേമ കഥകൾ അങ്ങനെ ആ സ്റ്റൈലിലുള്ള സാധനങ്ങളൊന്നും അന്ന് എഴുതിയില്ലേ? ഞാൻ പറഞ്ഞില്ല, കവിത മാത്രമല്ല, കവിതയ്ക്കകത്ത് വരുന്നത് അമേരിക്കൻ ജീവിതമാകാം. നമുക്ക് അപ്പം തോന്നുന്നൊരു മൂഡ് ഏതാണെന്ന് വെച്ചാൽ അതാണല്ലേ? അല്ല, അതിപ്പം ചിലത് ഏറ്റവും അവസാനം എഴുതിയത് പിന്നെ നടക്കാനിറങ്ങിയ കവിത എന്നും പറഞ്ഞൊരു കവിതയാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം എഴുതി. പുതിയകപ്പിറവി ആദ്യത്തെ കവിത,
ഏറ്റവും അവസാനം എഴുതിയ കവിതയാണ് നടക്കാനിറങ്ങിയ കവിത. അത് ഒരു ഗ്രാമത്തിലേക്ക്, അതായത് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക് ഒരു മടക്കയാത്ര നടത്തുന്നു. അതുപോലെ nostalgia ആയിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ ഞാൻ ഈ ചെറുകഥകൾ കുറേ എണ്ണം എഴുതിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഞാൻ ജനിച്ച ഗ്രാമത്തിലെ കഥാപാത്രങ്ങളാണ് അതിനകത്ത് കൂടുതൽ. പിന്നെ അതിനകത്തെ കഥകൾ മിക്കതുമെല്ലാം അങ്ങനത്തെ ആ ഒരു ടൈപ്പ് കഥകളാണ്. പിന്നെ ലേഖനം എഴുതുന്നത് ഈ സാഹിത്യ വിഷയം സംബന്ധിച്ചുള്ള. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ സമാഹാരത്തിനകത്തുള്ളത് പിന്നെ ഈ അരുന്ധതിയുടെ അരുന്ധതി റോയ് ഇല്ലേ, കേട്ടിട്ടുണ്ടോ? ബുക്കർ പ്രൈസ് കിട്ടിയ പിന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ അരുന്ധതി റോയുടെ പിന്നെ ആ പുസ്തകത്തെ പറ്റി ഒരു ലേഖനമാണ് ആയിട്ടാണ് അത് എഴുതിയത്. അതായത് കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാൻ എന്ന അരുന്ധതി നക്ഷത്രം എന്ന് പറഞ്ഞാണ് ആ ലേഖനത്തിൻ്റെ. അപ്പോൾ ആ അരുന്ധതിയുടെ എഴുതിയ പുസ്തകത്തെ പറ്റിയുള്ള ഒരു ലേഖനമാണത്. അങ്ങനെ പിന്നെ സാഹിത്യ വിഷയങ്ങളാണ് കൂടുതലും ലേഖനങ്ങളിൽ എഴുതുന്നത്. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാലും കുടുംബത്തെക്കുറിച്ച് എൻ്റെ പിന്നെ ഫാമിലി എല്ലാം ചങ്ങനാശ്ശേരി നമ്പിമഠം ഫാമിലി. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഇവിടെ പണ്ട് പോലെ ജീവിച്ചു വളർന്നൊരു ഫാമിലിയാണ്. പലരും അധ്യാപകന്മാരായിരുന്നു. എൻ്റെ ഫാദർ ഒരു അധ്യാപകനാണ്. അതുപോലെ ഞങ്ങളുടെ ഫാമിലി പലരും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് എൻ്റെ ഫാദറിൻ്റെ പേര് SB വടക്കേക്കര ഗവൺമെൻറ് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. അവിടുന്ന് ഞങ്ങൾ 85-ലാണ് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ 10 വർഷം മുമ്പ് ഞാനിവിടെ എഴുതുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ച് നടന്നു കുറേ നാൾ. പിന്നെ KSRTC കുറേ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ ഇത് കിട്ടിയത്. എനിക്ക് എൻ്റെ വൈഫും പിന്നെ 3 മക്കളും. മക്കളൊക്കെ ഇപ്പം എല്ലാവരും അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അവരെല്ലാം അമേരിക്കയിലാണ്. അപ്പം ഇതാണ് ഇവിടെ വിട്ടിട്ടും ഇപ്പോഴും 50 വർഷം മലയാളത്തിൻ്റെ മണം മാറാതെ ഇപ്പോഴും ആ കവിതകളും കഥകളും ഒക്കെ രചിച്ച് ഇപ്പോഴും ആ മലയാളത്തെ സ്നേഹിച്ചു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു അവാർഡ് വാങ്ങിക്കാനായിട്ട് കൂടിയാണ് വന്നത്. അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യുന്നു. പിന്നെ സുകുമാർ അഴീക്കോടിൻ്റെ പേരുള്ള അത് ചെറിയ പുരസ്കാരമല്ല. സുകുമാർ അഴീക്കോടിൻ്റെ പേരുള്ള തത്വമസി എന്ന് പറയുന്ന പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കെല്ലാം അവതാരിക എഴുതിയിരിക്കുന്നതൊക്കെ വലിയ ആൾക്കാരാണ്. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറ്, പിന്നെ മധുസൂദനൻ സാർ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മധുസൂദനൻ സാറെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കോളേജ് അധ്യാപകർ. ഈ പറഞ്ഞ മധുസൂദനൻ സാറ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റ് സേവിയേഴ്സ് തുമ്പയിലെ അധ്യാപകനാണ്. മറ്റേ അയ്യപ്പ പണിക്കർ സാർ പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തലവനും. അതെ, സാഹിത്യകാരന്മാർ പോലും ബഹുമാനിക്കുന്ന ആൾക്കാരെ ഇവർ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ അവതാരികയൊക്കെ എഴുതാൻ കിട്ടി. അപ്പോൾ ഇത് സാറിന് ധാരാളം ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. ഇത്തരം പ്രവർത്തനങ്ങളും എഴുത്തും ഒക്കെ ആയിട്ട് ധാരാളം കാലം മലയാളത്തിന് അഭിമാനമായിട്ട് നിൽക്കാനായിട്ട് കഴിയട്ടെ. ധാരാളം അവാർഡുകൾ കിട്ടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാറേ. ഈ ഫൊക്കാന സമ്മേളനത്തിൽ വന്നതുകൊണ്ട് ഒത്തിരി പേരെ കാണാൻ മാധ്യമപ്രവർത്തകരെയും കേരളത്തിലെ കൂടുതൽ മാധ്യമപ്രവർത്തകരെയൊക്കെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം ഈ ഫൊക്കാന സാധാരണ ഏറ്റവും പ്രധാന സമ്മേളനങ്ങൾ നടക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. ഈ നാട്ടിൽ വെച്ച് നടത്തിയതിൽ ഏറ്റവും ബെസ്റ്റ് സമ്മേളനമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ ഞങ്ങൾക്ക് നല്ല സന്തോഷം. ഓക്കെ സാറേ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.